ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആണ്. അതായത് നമുക്ക് പൈത്തണിൽ നോർമലി ഒരു എറർ വരുന്ന സമയത്ത് അതിനെ നമ്മുടെ റൺ ചെയ്യുന്ന സമയത്ത് അതിനെ ടെർമിനലിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് ആ ഒരു പ്രോഗ്രാമിൽ തന്നെ ആ ഒരു എററിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ ഇവിടെ A=9 എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ബിന്റെ വാല്യൂ ഞാൻ 9/0 ആക്കി. ഞാൻ പ്രിന്റ് ബി കൊടുക്കുന്ന സമയത്ത് ഒരു പ്രോഗ്രാമിൽ ഒരു എറർ ഉണ്ടെന്ന് വെച്ചാൽ /0 എന്ന് പറയുന്നത് ലോജിക്കലി ഇൻകറക്റ്റ് ആണ്. സോ അത് 0 ഡിവിഷൻ എറർ ആയിട്ട് കാണിക്കും. അത് നമ്മുടെ ഇവിടെ കമാൻഡ് ടെർമിനലിൽ കാണിച്ചു. അതായത് നമ്മൾ പിന്നെ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ലൈൻ 2 വെച്ച് ആ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് അങ്ങോട്ട് എക്സിക്യൂഷൻ നടന്നിട്ടില്ല. സോ നമുക്കിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു എറർ വരുന്നതാണെങ്കിൽ നമുക്ക് അത് പ്രോഗ്രാമിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറയുന്നത് ഒരു ട്രൈ ബ്ലോക്ക് ഉണ്ടാവും. ട്രൈ ബ്ലോക്ക് എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു എക്സെപ്ഷൻ എവിടെയാണ് നടക്കാൻ സാധ്യതയുള്ളത്, അതായത് ആ ഒരു എറർ എവിടെയാണ് ഒക്കർ ചെയ്യാൻ സാധ്യതയുള്ളത്, ആ ബ്ലോക്കിനെയാണ് ട്രൈന്റെ ഉള്ളിൽ കൊടുക്കാറ്. അതുപോലെ തന്നെ എക്സെപ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ, അതായത് ട്രൈന്റെ ഉള്ളിൽ ഒരു എറർ ഒക്കർ ചെയ്തു, ആ എറർ ഒക്കർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതാണ് എക്സെപ്റ്റ് ബ്ലോക്കിന്റെ ഉള്ളിൽ കൊടുക്കുക. പിന്നെ ഒരു എൽസ് ബ്ലോക്ക് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈന്റെ ഉള്ളിൽ അങ്ങനെ ഒരു എറർ നടന്നില്ലെങ്കിൽ വർക്ക് ചെയ്യേണ്ടതാണ് എൽസ് ബ്ലോക്ക്. പിന്നെ ഫൈനലി ബ്ലോക്ക് ഉണ്ട്. അതായത് എറർ വന്നാലും വന്നില്ലെങ്കിലും ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെല്ലാമാണ് നമ്മൾ ഫൈനലി ബ്ലോക്കിന്റെ ഉള്ളിൽ കൊടുക്കാറ്. അപ്പൊ ഇതെങ്ങനെയാ കൊടുക്കുന്നതെന്ന് പറയാം. ഇപ്പൊ ഈ ഒരു സെയിം എക്സാമ്പിളിലാണെങ്കിൽ A=9 B=9/0 ചെയ്യുമ്പോഴാണ് അവിടെ ഒരു എറർ ഒക്കർ ചെയ്യാൻ സാധ്യതയുള്ളത്. സോ ഞാൻ അവിടെ ഒരു ട്രൈ ഉള്ളിൽ കൊടുത്തു. ദെൻ എക്സെപ്റ്റിന്റെ ഉള്ളില് ഞാനൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് എറർ ഒക്കേർഡ് എന്ന് പറഞ്ഞ് എറർ ഒക്കേർഡ് എന്ന് പറയാം. നമുക്ക് ഇവിടെ കിട്ടി. പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ എററിനെ ഹാൻഡിൽ ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സെപ്ഷൻ ഹാൻഡ്ലിങ് ചെയ്യുന്നത്. ഇനി ഒരു എക്സാമ്പിൾ, വേറെ എക്സാമ്പിൾ ഇങ്ങനെ ഇതുപോലെ എറർ വരാൻ സാധ്യതയുള്ള കുറച്ച് സംഭവങ്ങളാണ്. നെയിം എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എയിനൊരു വാല്യൂ ഇല്ല. സോറി, ഇവിടെ B9/0 ആണ് ചെയ്തത്, മറ്റേ A/0 ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെയിം എറർ എന്ന് പറഞ്ഞാൽ ബീന് ഞാനൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല, ആൻഡ് ബീന് ഞാനിവിടെ പ്രിന്റ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു എററാണ്. അതും നമുക്ക് ഇങ്ങനെ ട്രൈ എക്സെപ്റ്റിന്റെ ഉള്ളിൽ ചെയ്യാം. പിന്നെ ഒരു എറർ വരുന്നത് ഒന്ന് കോമൺ ആയിട്ടുള്ള ഒരു എററാണ് ഇൻഡെക്സ് എറർ. അതായത് ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞ് ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ 1 2 3 3 വാല്യൂസ് കൊടുത്തു. അപ്പൊ ഇതിന്റെ ഇൻഡെക്സ് പൊസിഷൻ ഏതൊക്കെയാ? 0 1 2 ആണ് അതിന്റെ ഇൻഡെക്സ് വരുന്നത്. ഞാൻ എന്നിട്ട് റെഫർ ചെയ്യുന്നത് തേർഡ് ഇൻഡെക്സ് ആണെങ്കിൽ അതൊരു എററാണ്. അപ്പൊ അത് ട്രൈന്റെ ഉള്ളിൽ കൊടുത്തിട്ട് A(3) ട്രെൻഡിന്റെ ഉള്ളിൽ കൊടുക്കാവേ. എക്സെപ്റ്റ് ഇങ്ങനെയാണ് ട്രൈയും എക്സെപ്റ്റും കൊടുക്കുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇനിയിപ്പോ എക്സെപ്റ്റിന്റെ ഉള്ളിൽ നമുക്ക് എറർ, അതായത് ട്രൈന്റെ ഉള്ളിൽ കൊടുക്കുന്ന ആ ഒരു കോഡിൽ നിന്ന് ഒന്നിൽ കൂടുതൽ എക്സെപ്ഷൻ ചിലപ്പോൾ എന്താ ത്രോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ /0 എക്സെപ്ഷനും ത്രോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നെയിം എക്സെപ്ഷനും ത്രോ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്നിൽ കൂടുതൽ എക്സെപ്ഷൻസ് ത്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. അതിനെ എക്സെപ്റ്റിന്റെ ഉള്ളിൽ എക്സെപ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആ എററിനെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എററിനെ മാത്രമേ ആ ഒരു എക്സെപ്റ്റ് ബ്ലോക്കിന്റെ ഉള്ളിൽ ഹാൻഡിൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ എഴുതാം. ഇതിന്റെ ഉള്ളിൽ ഞാനിപ്പോ ബിന്റെ വാല്യൂ ഇഫ് A is less than എന്റെ വാല്യൂ 4-നേക്കാളും ലെസ് ആണെങ്കിൽ ബിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ബിന്റെ വാല്യൂ B = A divided by A-3 A-3 ചെയ്തു. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രിന്റ് ബി കൊടുക്കുവാണ്. പ്രിന്റ് ബി ജസ്റ്റ് കൊടുത്തു.
എന്നിട്ട് ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും എന്റെ വാല്യൂ 4-നേക്കാളും വലുതാണെങ്കിൽ ബിനെ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യുന്നില്ല. അതായത് എന്റെ വാല്യൂ 4-നേക്കാളും വലുതാണെങ്കിൽ നമുക്ക് ആ ഇഫിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. സോ ബി എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവത്തില്ല. അതൊരു നെയിം എറർ ആണ്. അതിനെങ്ങനെ ക്യാച്ച് ചെയ്യാം? അതുപോലെ തന്നെ എന്റെ വാല്യൂ 3 ആണെങ്കിൽ സമയത്ത് എന്റെ വാല്യൂ 3 ആകുന്ന സമയത്ത് ബിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3/3 - 3 ആയിരിക്കും. അതെന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ അതൊരു സീറോ ഡിവിഷൻ എറർ ആണ്. അതും എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് നോക്കാം. ആദ്യം ട്രൈന്റെ ഉള്ളില് ഞാൻ ജസ്റ്റ് എന്തെന്നാ ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. 1 എന്ന് പറഞ്ഞത്, അതായത് 4-നേക്കാളും വലിയൊരു വാല്യൂ ഇത് കൊടുത്തിട്ട് ജസ്റ്റ് ട്രൈന്റെ ഉള്ളിൽ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ എക്സെപ്റ്റിന്റെ ഉള്ളിൽ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സെപ്റ്റിന്റെ സീറോ ഡിവിഷൻ എറർ ആണെങ്കിൽ സീറോ ഡിവിഷൻ എറർ കൊടുത്ത് ഇതായിരിക്കില്ല ആദ്യം വരുന്നത്, നെയിം എറർ ആയിരിക്കും ആദ്യം വരുന്നത്. പ്രിന്റ് 0 എറർ occurred. ഞാൻ അടുത്ത എക്സെപ്റ്റിന്റെ ഉള്ളില് നെയിം എറർ പ്രിന്റ് നെയിം എറർ occurred. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെയ്തു. എന്നിട്ട് fun_of_5 വിളിക്കുമ്പോഴോ, fun_of_5 വിളിക്കുമ്പോഴത്തേനും എന്റെ വാല്യൂ 4-നേക്കാളും വലുതാണ്. അപ്പൊ ബിന് അവിടെ ഒരു വാല്യൂ ഇല്ല. അത് ത്രോ ചെയ്യുന്നത് എന്ത് എറർ ആയിരിക്കും? അത് നെയിം എറർ ആയിരിക്കും ത്രോ ചെയ്യുന്നത്. അതിന് നമ്മൾ ഇവിടെയാണ് ക്യാച്ച് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യില്ല, ഇതായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് വർക്ക് ചെയ്തു, ഇത് ക്യാച്ച് ചെയ്തു, ജസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ fun_of_3 ആണ് ഞാൻ വിളിക്കുന്നത്, സീറോ ഡിവിഷൻ എറർ ആയിരിക്കും വരുന്നത്. അത് ക്യാച്ച് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും, സീറോ ഡിവിഷൻ എറർ occurred എന്ന് പറഞ്ഞായിരിക്കും ക്യാച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് മൾട്ടിപ്പിൾ എറേഴ്സ് ഉണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ എൽസ് ബ്ലോക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എൽസ് ബ്ലോക്ക് വേറെ കാര്യമായിട്ടൊന്നുമില്ല, അതായത് എറർ ത്രോ ചെയ്തില്ലെങ്കിൽ വർക്ക് ചെയ്യേണ്ടതാണ് ഒരു എൽസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ട്രൈക്കകത്ത് ഞാൻ ട്രൈ സി +b - a - b, സോറി, അതിനോട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. അത് a, b എന്ന് പറഞ്ഞ രണ്ട് പാരാമീറ്റേഴ്സ് പാസ് ചെയ്തിട്ടുണ്ട്. ദെൻ സിന്റെ വാല്യൂ എന്ന് പറയുന്നത് a + b - a - b ആയിട്ട് കൊടുക്കുന്നു. a + b a + b divided by a - b. ഇത് കൊടുക്കേണ്ടത് ഇവിടെയാണ് ഒരു എറർ സാധ്യതയുള്ളത്, അതായത് സീറോ ഡിവിഷൻ എറർ വരാൻ സാധ്യതയുള്ളത്. അപ്പൊ അവിടെ ഒരു ട്രൈ ഇട്ട് കൊടുക്കുക. ഇനി എക്സെപ്റ്റിന്റെ ഉള്ളിൽ എക്സെപ്റ്റ് സീറോ ഡിവിഷൻ എറർ കൊടുക്കും. ഓക്കെ, ഇനി ഒരു എൽസ് ബ്ലോക്ക് കൂടെ കൊടുക്കാം. എൽസ് ബ്ലോക്കിന്റെ ഉള്ളിൽ ജസ്റ്റ് പ്രിന്റ് സി, അതായത് അവിടെ ഒരു എക്സെപ്ഷൻ വന്നില്ലെങ്കിൽ സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യിക്കുക, എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യുക. ആ ഒരു രീതിയിൽ എഴുതുക. ഇപ്പോൾ ഡെഫിന്റെ വാല്യൂ കൊടുക്കുന്ന, സോറി, ഡെഫിന്റെ വാല്യൂ fun_1ന്റെ വാല്യൂ പാസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം 3,2 എന്ന് പറഞ്ഞ വാല്യൂസ് കൊടുത്തു. അപ്പൊ നമുക്ക് എൽസ് ആണ് വർക്ക് ചെയ്തത്, അതായത് എൽസ് പാർട്ട് ആണ് വർക്ക് ചെയ്തത്. a + b divided by a - b ചെയ്തിട്ട് അതിന്റെ വാല്യൂ ആണ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടിയത്. അതേസമയം നമ്മൾ സെയിം വാല്യൂസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യും, അപ്പോൾ എൽസ് പാർട്ട് വർക്ക് ചെയ്യില്ല. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ എൽസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഫൈനലി ആണ്. ഫൈനലി എന്ന് പറയുമ്പോഴത്തേനും എക്സെപ്റ്റിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് വർക്ക് ചെയ്താലും വർക്ക് ചെയ്തില്ലെങ്കിലും എന്നതാ ഫൈനലി വർക്ക് ചെയ്യും. അതാണ് സംഭവം. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ കാണിക്കാം. ട്രൈ k = 5/0 0 കൊടുത്തു. എന്തായാലും എറർ ത്രോ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് പ്രിന്റ് ചെയ്യാനും കൂടി ഒരു ഇത് കൊടുത്ത്
എന്നിട്ട് എക്സെപ്റ്റിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, എക്സെപ്റ്റിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക, സീറോ ഡിവിഷൻ എറർ ആണ്, അതൊന്ന് ജസ്റ്റ് ഇവിടെ സ്പെസിഫൈ ചെയ്യുക. സീറോ ഡിവിഷൻ എറർ, സീറോ ഡിവിഷൻ എറർ എന്ന് കൊടുത്തു. അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പ്രിന്റ് സീറോ ഡിവിഷൻ എറർ ഒക്കേർഡ്. then finally കൂടി കൊടുക്കാം. this is always executed എന്ന് പറയുന്നത് സ്ട്രിങ് കൊടുക്കുകയാണ്. ഇത് റൺ ചെയ്യുന്ന സമയത്ത് സീറോ ഡിവിഷൻ എറർ ഒക്കർ ചെയ്തു, ആൻഡ് ദിസ് ഇസ് ഓൾവേസ് എക്സിക്യൂട്ടഡ് കൂടി ചെയ്തു. ഇനി ഞാൻ 5/1 കൊടുക്കുകയാണെങ്കിലും ദിസ് ഇസ് ഓൾവേസ് എക്സിക്യൂട്ടഡ്, അപ്പൊ അതായത് ഫൈനലിക്കുള്ളിൽ കൊടുത്തത് അപ്പോഴും വർക്ക് ചെയ്തു. അങ്ങനെയാണ് ഫൈനലിയുടെ വരുന്നത്. സോ അത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇന്ന് നമ്മൾ പഠിച്ചത് എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സെപ്ഷൻസ് ഏതൊക്കെയാണ്, പിന്നെ എന്തെന്നാ എൽസ് പാർട്ട് എങ്ങനെയാണ്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഫൈനലി എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. സോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. താങ്ക് യു.